cuties, welcome back to my YouTube channel Kanaka Kaudam Vlog. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. വെറും ദോശ ഇഡ്ഡലി അല്ല, മില്ലറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്, അതായത് റാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ലോസിനാണെങ്കിലും നല്ല ഡയബറ്റിക് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റാഗി വെച്ചിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടുന്ന റെസിപ്പി നമുക്കിത് കണ്ടിട്ട് വരാവേ. റെസിപ്പിക്കായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതിലാദ്യം എടുത്തിരിക്കുന്ന നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം റാഗി തന്നെയാണ്. 1 കപ്പ് റാഗിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ഗ്ലാസ് നമ്മുടെ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്പ്ലിറ്റ് ആണെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ. ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് കഴുകണം കേട്ടോ. ഞാനിവിടെ 3 വെള്ളത്തിലാണ് കഴുകുന്നത്. അപ്പോൾ ആദ്യത്തെ വെള്ളം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നന്നായിട്ട് ഈ റാഗിയിൽ ഉള്ള വേസ്റ്റും ആ കരടും കാര്യങ്ങളും വെള്ളമൊക്കെ ഭയങ്കര ഒരുമാതിരി കളറാണ്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ വെള്ളമാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ രണ്ടാമത്തെ വെള്ളത്തിൽ കഴുകുക. ഇത് 3ാമത്തെ വെള്ളമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ ഇത് 3ഉം കളഞ്ഞിട്ട് അടുത്ത വെള്ളത്തിലാണ് നമ്മളിത് കുതിർക്കാനായിട്ട് ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഞെവിടി പിഴിഞ്ഞ് തന്നെ കഴുകട്ടോ. റാഗിയൊക്കെ ഭയങ്കര ചെറുതായതുകൊണ്ട് ഭയങ്കര പാടായിട്ടോ കഴുകിയെടുക്കാൻ. അപ്പോൾ ദേ 3ാമത്തെ വെള്ളം കഴുകി കളഞ്ഞു. എന്നിട്ട് ദേ നിറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിതൊരു വൈകിട്ട് 3 മണി ടൈമിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഒരു കുതിർക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ മിനിമം നിങ്ങളൊരു 6 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് രാത്രി ഇത് അരച്ച് വെക്കൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് 2 ട്രിപ്പായിട്ടാണ് എൻ്റെ മിക്സിയിൽ ഞാൻ അരയ്ക്കുന്നത്. അതായത് മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ, അതിൽ ആദ്യത്തെ ട്രിപ്പ് അതിൽ തന്നെ വെള്ളം, അതായത് നമ്മൾ കുതിർത്ത് വെച്ച് വെള്ളം എടുത്തിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഒരു മെയിനായിട്ടുള്ള സംഭവം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാക്കി ഇരിക്കുന്നത് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സംഭവം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതായത് ഒന്നെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് വെള്ള അവിൽ കുതിർത്തത് ചേർത്ത് അരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചോറുണ്ടല്ലോ, സാധാരണ ചോറ് ഈ ഒരു ചെറിയ കുഴി പോലത്തെ തവിയിൽ ഒരു 2 സ്പൂൺ ചോറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ കുതിർത്ത് വെച്ച സെയിം വെള്ളം തന്നെ ഒഴിച്ചിട്ട്, അപ്പോൾ രണ്ടാമത്തത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ഒഴിക്കുക. എന്നിട്ട് ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ നമുക്ക് നാളെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഇതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പതപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ മിക്സ് ചെയ്തിട്ട് പൊക്കി പതപ്പിച്ചെടുക്കുക കേട്ടോ, അമ്മയിലോട്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൈ കൊണ്ടൊക്കെ ഇത് ചെയ്യാവോ, അയ്യേ എന്ന് തോന്നണ്ട. കൈ നന്നായിട്ട് കഴുകിയ കൈയാണ്. അതായത് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയാസൊക്കെ ഇതിലിങ്ങനെ ചെന്നിട്ട് ഈ മാവ് നല്ല പതഞ്ഞ് ഇങ്ങനെ ഗ്രൈൻഡറിലാവുന്ന രീതിയിൽ പതഞ്ഞ് പൊങ്ങുമല്ലോ. നമ്മളിപ്പോൾ മിക്സിയിലാണല്ലോ അരച്ചത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഫെർമെൻറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനും ഇതൊക്കെ ഒരു യൂട്യൂബൊക്കെ കണ്ട് പഠിച്ചതാണ് കേട്ടോ, ഇങ്ങനെയാണ് ദോശമാവ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതെനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കണം കേട്ടോ. കാരണം തിരിച്ച് മറിച്ചും ഇളക്കി മറിച്ച് ആകെ മൊത്തത്തിൽ കുഴകുഴയാക്കരുത്. അപ്പോൾ ഒരു സൈഡിൽ തന്നെ നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പൊക്കി വെക്കുക. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. ഞാൻ താഴെ ഒരു പാത്രം വെച്ചൊക്കെ എങ്ങാണ് മുങ്ങിപ്പോയാൽ വീഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു ഓവർനൈറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ മിനിമം ഒരു 8 hours നിങ്ങളിങ്ങനെ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്ന് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പേ തന്നെ ഉപ്പൊക്കെ നോക്കി വെള്ളമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി മറിച്ച് ഇതാക്കരുത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആദ്യത്തെ ദിവസം മെയിൻലി നമ്മൾ ഇത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു 2ാമത്തെ ദിവസമൊക്കെ നമ്മൾ ദോശ ബാറ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ദോശയും കൂടെ ചുട്ട്
കാണിക്കണമല്ലോ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ ദേ രണ്ടാമത് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് മാവ് ഒന്ന് ലൂസാക്കിയിട്ട് ഞാൻ ദേ അടുത്ത ദോശയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദോശ ചെയ്യുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരാണ്. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം ഇഡ്ഡലിയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നോർമൽ ബാറ്റർ ആണെങ്കിലും ആദ്യത്തെ ദിവസം ഇഡ്ഡലിക്കാണ് ബെസ്റ്റ്. കാരണം രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പുളിക്കുമല്ലോ. എന്നിട്ട് ബാക്കി മാവുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാട്ടോ. അപ്പോൾ ദേ ദോശ ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കട്ടി ദോശക്കാളും ഇങ്ങനെ പരത്തി ദോശയാണ് കേട്ടോ കൂടുതലും നല്ലത്. അത് ഇങ്ങനെ ഒരു നെയ് റോസ്റ്റ് പോലൊക്കെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ, അതാണ് ഈ കാണിച്ചു തരുന്നത്. നല്ല കളറൊക്കെ കണ്ടില്ല, നല്ല അടിപൊളി നെയ്യും മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചിലത് ദോശ തിരിച്ചിടാറില്ല, എനിക്ക് ദോശ ഒന്ന് തിരിച്ചിട്ടെങ്കിലേ എനിക്കത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള റാഗി ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇഡ്ഡലി വൈകിട്ടായാൽ കൂടി, നമ്മളിപ്പോൾ രാവിലെ വെച്ചിട്ട് വൈകിട്ടായാൽ കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നോർമൽ ദോശയെക്കാളും എനിക്ക് നല്ല ടേസ്റ്റ് ഇതിനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. റാഗിയൊക്കെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. വെയിറ്റ് ലോസിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലത്തുള്ള വെയിറ്റ് ലോസ് റെസിപ്പീസ് ഇനി വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. Bye.